ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു എൻഗേജ്മെന്റ് ഹാമ്പർ സെറ്റ് ചെയ്യുന്ന വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ കസ്റ്റമർ ടോട്ടൽ ഒരു 7 ഐറ്റംസ് ആയിരുന്നു ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 3 ചോക്ലേറ്റ് ബോക്സ്, നട്ട്സ്, ഡ്രസ് പാക്കേജിങ്, 1 ലെയർ വരുന്ന ടവർ ആയിരുന്നു. പിന്നെ ഒരു ചോക്ലേറ്റ് ബൊക്കയും കൂടി ഉണ്ട് കേട്ടോ. ഫസ്റ്റ് ബോക്സ് വന്നിട്ട് സ്ക്വയറിൻ്റെ മെറ്റൽ ബോക്സ് ആണ്. ഇതിൽ നമ്മൾ ലൂസ് ചോക്ലേറ്റ്സും ബാർ ചോക്ലേറ്റ്സും ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അടിയിലായിട്ട് ലൂസ് ചോക്ലേറ്റ്സും മേലെ ബാർ ചോക്ലേറ്റ്സും ആണ്. ഇതുപോലെ ഒരു കാർഡ്ബോർഡ് പീസോ തെർമാക്കോൾ പീസോ വെച്ചിട്ട് അതിന് മേലെ ബാർ ചോക്ലേറ്റ്സ് വെച്ച് കൊടുക്കുക. സെക്കൻഡ് ബോക്സ് റൗണ്ടിന്റെ മെറ്റൽ ബോക്സ് ആണ്. ഇതിൽ നമ്മൾ ലൂസ് ചോക്ലേറ്റ്സ് തന്നെയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ഫെറോ റോഷർ ആണ്. ഇതുപോലെ തെർമോക്കോൾ പീസ് വെച്ചിട്ട് അതിന് മേലെ ഫ്ലവേഴ്സും ഫെറോ റോഷറും നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഫെറോ റോഷർ നമ്മൾ ഡബിൾ ടൈപ്പ് വെച്ച് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്ലവേഴ്സും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫ്ലവേഴ്സ് വരുന്നത് ഒരു റെഡ് ആൻഡ് ഓഫ് വൈറ്റ് കളറിലാണ്. നെക്സ്റ്റ് ബോക്സ് വന്നിട്ട് ഒരു ഹെക്സഗൺ ഷേപ്പിലുള്ള വുഡൻ ബോക്സ് ആണ്. ഇതിൽ നമ്മൾ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് ഗാലക്സി ആണ്. ഒരു സർക്കുലർ മോഷനിലാണ് നമ്മൾ ഗാലക്സി സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് 1 ലെയർ വരുന്ന ചോക്ലേറ്റ് ടവർ ആണ് സെറ്റ് ചെയ്യാനുള്ളത്. ഇതിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് കിറ്റ്കാറ്റും ഗോൾഡൻ ചോക്ലേറ്റ് ബോൾസും ആണ്. ഇതുപോലെ സൈഡിൽ 2 ഭാഗത്തായിട്ട് ഡബിൾ ടൈപ്പ് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ട് ഗോൾഡൻ്റെ ചോക്ലേറ്റ് ബോൾസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതും ഇതുപോലെ തന്നെ ഡബിൾ ടൈപ്പ് വെച്ച് സ്റ്റിക്ക് ചെയ്തിട്ടാണ് ഒട്ടിച്ച് കൊടുത്തിട്ടുള്ളത്. ഡബിൾ ടൈപ്പ് വെച്ചിട്ടും ചോക്ലേറ്റ്സ് അവിടെ ഒട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഗ്ലൂ ഗൺ വെച്ച് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഞാനിത് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. റെഫറൻസ് പ്രകാരം നമ്മളൊരു ജസ്റ്റ് എൻഗേജ്ഡ് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പർ ഇതിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ബോക്സ് വരുന്നത് നട്ട്സിന്റെ ബോക്സ് ആണ്. ഇതിൽ നമ്മൾ 5 ടൈപ്സ് ഓഫ് നട്ട്സ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാഷ്യൂ, പിസ്ത, ബദാം, കിസ്മിസ്, ഡ്രൈ ഫ്രൂട്ട്സ്. നട്ട്സ് വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ കവർ ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ അത് തണുത്തു പോകും. ഞാനിപ്പോൾ ഇവിടെ ക്ലിംഗ് റാപ്പ് വെച്ചിട്ടാണ് കവർ ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മളൊരു ഡ്രസ് പാക്കേജിങ് ചെയ്യുന്ന ഒരു 2 ടയർ ബോക്സ് ആണ്. ഇതിൽ നമ്മൾ ഡ്രസ്സും അതുപോലെ തന്നെ ഷൂ ആണ് വെച്ച് കൊടുക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് എല്ലാ ഹാമ്പേഴ്സും നെറ്റും ഫ്ലവേഴ്സൊക്കെ വെച്ച് കവർ ചെയ്യണം. അപ്പോൾ ഞാനിവിടെ ഒരു ക്രീം ഓഫ് വൈറ്റ് തീമിലാണ് ചെയ്തിട്ടുള്ളത്.
എടുത്തിട്ടുള്ളത്. അത് വെച്ചിട്ട് തന്നെ കെട്ടി കൊടുത്താൽ നന്നായിട്ട് അവിടെ സ്റ്റിക്കായി നിൽക്കും. ഫ്ലവേഴ്സ് ഞാൻ ഇതുപോലെ ബഞ്ചായിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ 6 പീസ് ഫ്ലവേഴ്സും ലീവ്സും ഒക്കെ ഉണ്ടാവും. സെപ്പറേറ്റ് മേടിക്കുന്നതായിട്ട് നല്ലത് ഇതുപോലെ ബഞ്ചായിട്ട് എടുക്കുന്നതാണ്. ഇതുപോലെ നട്ട്സിന്റെ ട്രേയും നെറ്റ് വെച്ച് കെട്ടി കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് നമ്മളെ ഡ്രസ് പാക്കേജിങ്ങിന്റെ ബോക്സിന് ഇതുപോലെ ഫ്ലവേഴ്സ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ബോക്സിന്റെ സെന്ററിലും ഹാൻഡിൽ പോർഷനിലാണ് നമ്മൾ ഫ്ലവേഴ്സ് ആഡ് ചെയ്യുന്നത്. ഇതൊരു സർക്കുലർ മോഷനിലുള്ള ഒരു ട്രേ ആയതുകൊണ്ട് തന്നെ നമ്മൾ സെന്ററിലായിട്ട് കുറച്ച് ലീവ്സും ഫ്ലവേഴ്സും ഒക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിന്റെ മുകളിലായിട്ട് ഫ്ലവേഴ്സ് ഞാൻ തെർമാക്കോൾ പീസിലായിരുന്നു വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് തീരെ നിൽക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാനത് ഗ്ലൂ ഗൺ വെച്ച് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് എല്ലാ ഹാമ്പേഴ്സിലും ജിപ്സം ഫ്ലവർ വെച്ച് കൊടുക്കാണ്ടായിരുന്നു. പക്ഷെ നമുക്കത് പിറ്റേ ദിവസം മോർണിംഗിലാണ് കിട്ടിയത്. അതുകൊണ്ട് തന്നെ ഇത് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക.